ഹോമിലി കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ ചിക്കൻ ബിരിയാണി ആട്ട ഉണ്ടാക്കാൻ പോണത്. ചിക്കൻ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നമുക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും വറക്കാൻ വേണ്ടിയിട്ടാ, വറുത്തിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടിയും ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നല്ല നാടൻ കറിവേപ്പില ഇട്ടത്, ഇത്തിരി ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടിയിട്ട് ഒരു പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂട്ടി നമുക്ക് കുഴച്ചെടുക്കാം. മുളക് പൊടി കുറച്ച് കുറവായി പോയി, അപ്പോൾ ഒരു സ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂണ് മസാല ഇട്ട് കൊടുക്കാം, നല്ല ഗരം മസാല. ഇനി കുഴച്ചത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പൊ മസാലയൊക്കെ തേച്ച് വെച്ച ചിക്കൻ എല്ലാ മസാലയും പിടിച്ച് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് വറുത്തെടുക്കാം. അപ്പോൾ വറുക്കാനായിട്ട് നമുക്ക് സ്റ്റൗ കത്തിച്ച് വെക്കാം. ഈ പാത്രം എടുത്ത് വെച്ചിട്ട് ഇതിലാണ് കേട്ടോ നമ്മൾ വറുക്കാൻ പോണത്. അപ്പോൾ വറുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അപ്പുറത്തെ അടുപ്പിൽ കത്തിച്ചിട്ട് ചീഞ്ചട്ടി വെച്ച് കൊടുക്കാം. സബോള വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ചിക്കനിലേക്ക്. അപ്പോൾ ചിക്കൻ നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മാറ്റി വെക്കാം ഈ പാത്രത്തിലേക്ക്. ഇത്രത്തോളം നിറം മതിയാവും. അപ്പോൾ നമുക്ക് ബാക്കി ചിക്കനും കൂടെ വറുത്തെടുക്കാം. അപ്പോൾ നന്നായി ഗോൾഡൻ കളർ ഈ പാകം വരണം കേട്ടോ. ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. ആ ബിരിയാണി കിറ്റിൽ എന്നുള്ള മസാലയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. മസാല ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അത് എടുത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ക്യാരറ്റ് ഒന്ന് വാട്ടി എടുക്കാം കേട്ടോ നമുക്ക്. അതിലുള്ള കുറച്ച് നെയ്യും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ക്യാരറ്റൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇവിടെ പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ കഴുകി വെച്ച അരി എടുത്ത് വെക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ടാ ഈ അരിയിലേക്ക്. ബിരിയാണി കിറ്റിലെല്ലാം ഉണ്ട്. അപ്പം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു നെയ്യും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ചെറിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. പിന്നെ കുറച്ച് നെയ്യ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതെല്ലാം റെഡി ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ വാട്ടെടുത്തതൊക്കെ ഇതിലേക്ക് ഇടാം. കൂടി നമുക്ക് ഇതിലേക്ക് ഇടാം. അപ്പോൾ നമുക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിക്കും ഒന്ന് വറുത്തെടുക്കാം. ആവശ്യത്തിന് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് വറുത്തെടുക്കാം. ആ മൂത്ത് വരുമ്പോൾ മുന്തിരി ഇടാം. ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. പിന്നെ എല്ലാവരും ഒന്ന് വീഡിയോക്ക് സപ്പോർട്ട് ചെയ്തോളൂട്ടാ. ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് പരിചയമൊന്നുമില്ല. അപ്പോൾ അണ്ടിപ്പരിപ്പ് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് ഇതിലേക്കണം. എല്ലാം നമുക്ക് ഇതിലേക്ക് ഇടാം കേട്ടോ. ഈ എസൻസ് ഇത്തിരി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് അതാവശ്യമായി മതി. ഇഷ്ടമില്ലെങ്കിൽ ഒഴിക്കണ്ട. ഞാൻ അവിടെ ഇത്തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതാ കിറ്റിൽ തന്നെയുള്ളത്. നമുക്കൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇഞ്ചി പച്ചമുളകും വേപ്പിൻ്റെ ക്യാപ്സിക്കും എല്ലാം കൂടി ഇവിടെ വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇരിക്കുന്നത് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും എല്ലാതും കൂടി ഇടാം. മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുത്തുമുളകുണ്ട്, അതെല്ലാം കൂടി ഇടാം. ഇതെല്ലാം കൂട്ടിയൊന്ന് ഇളക്കിയെടുക്കാം. വറുത്ത് വെച്ച ചിക്കൻ ഈ ഇതിലേക്ക് തട്ടിയിട്ടുണ്ട്. മല്ലിപ്പൊടിയും മുളക് പൊടിയും മസാല എല്ലാം കൂടി മൂത്ത് വന്നപ്പോൾ ഇതിലേക്ക് തട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിൽ പുതിനയില ചെറുതായി അരിഞ്ഞതുണ്ട് കേട്ടോ. നമ്മുടെ സൂപ്പർ ബിരിയാണിയും ചിക്കൻ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഈ ചാനലൊക്കെ ഒന്ന് കാണണം. പിന്നെ കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.